അപ്പോൾ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഇത് ബാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പെൺകുട്ടി എപ്പോഴും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പുരുഷൻ എന്നെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, എന്നെ എങ്ങനെയാണ് കാണുന്നത്, അല്ലെങ്കിൽ ലോകം എന്നെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതൊക്കെ അച്ഛനിലൂടെയാണ് ഒരു പെൺകുട്ടി മനസ്സിലാക്കുന്നത്. അപ്പം അച്ഛൻ അവിടെ ഇല്ല അല്ല, അച്ഛൻ്റെ ഒരു ഇമോഷണൽ പ്രസൻസ് കുട്ടിയുടെ ജീവിതത്തിൽ ഇല്ല എന്ന് പറയുമ്പോൾ ആ ഒരു ഇമേജ്, അവനവനെ പറ്റിയിട്ടുള്ള ഒരു സെൽഫ് ഇമേജ് അത്ര ക്ലിയർ ആയിട്ട് വരില്ല. അപ്പം അതിൻ്റെ ഒരു ഫലമായിട്ട് എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ, കുട്ടി വലുതായി റിലേഷൻഷിപ്പിലൊക്കെ ആവുമ്പോൾ കുട്ടിയുടെ ഉള്ളിൽ അച്ഛൻ എന്ന് പറയുന്നത് എനിക്ക് കിട്ടാനുള്ളൊരു സ്നേഹം കിട്ടാത്തൊരു സ്ഥലമാണ്. അപ്പോൾ ആ സ്നേഹത്തിന് വേണ്ടിയിട്ട് എപ്പോഴും ആളുടെ ഉള്ളിൽ അത് വേണം എന്നുള്ള ഒരു ക്രേവിങ് ഉണ്ടാവും. അപ്പം ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുമ്പോൾ ആ കുട്ടി ഉണ്ടാക്കുന്ന റിലേഷൻഷിപ്സ് മിക്കവാറും കുറച്ച് ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ ചെന്ന് പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതായത് സ്നേഹം നമ്മളിങ്ങനെ പിടിച്ചു വാങ്ങേണ്ടതാണ്. അതായത് നമ്മളെ അത്രയൊന്നും സ്നേഹിക്കാതെ നമ്മളെ അവോയ്ഡ് ചെയ്യുന്ന ആ രീതിയിലൊക്കെയുള്ള ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അതുപോലെ പിന്നെ മറ്റൊരു രീതിയിലും ഇത് ബാധിക്കാം. ചില കുട്ടികളാണെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റിലേക്ക് പോകും. അവർക്ക് ഈ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ അവർ റിലേഷൻഷിപ്പ് ഒരാളുടെ അടുത്ത് ഒരു പരിധിയിൽ കൂടുതൽ അടുക്കാൻ അവർ പേടിക്കും. അതായത് ഞാൻ സ്നേഹിക്കപ്പെടേണ്ട ആളല്ല, എനിക്കൊരു വിലയുണ്ടോ, എനിക്ക് വിലയില്ല എന്നൊക്കെയാണ് അവർ വിചാരിക്കുന്നത്. എനിക്ക് സ്നേഹം കിട്ടില്ല, അപ്പം ഞാൻ വെറുതെ ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അവസാനം എനിക്ക് നിരാശയായിരിക്കും ഫലം. അങ്ങനെ വിചാരിച്ചിട്ട് റിലേഷൻഷിപ്പിൽ കൂടുതൽ അടുക്കാത്ത രീതിയിലും കുട്ടികൾ പോകും.